പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ മറ്റു വഴികളൊന്നുമില്ലാതെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നതിനായി നിർബന്ധിത ആയിരിക്കുകയാണ് ദേവബാല. വീട്ടിലെ അടിച്ച് തുടക്കലും അടുക്കളപ്പണിയുമെല്ലാം ദേവബാല ചെയ്തു തുടങ്ങുന്നു. എങ്ങനെയാണ് നല്ലൊരു അവസരം ലഭിക്കുക, ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനായി എന്നുള്ള ഒരു കാര്യം ആലോചിച്ചുകൊണ്ടാണ് ദേവബാല അവിടെ ജോലി ചെയ്യുന്നത്. മാത്രവുമല്ല, എന്തായാലും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു അവസരം എനിക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് ദേവബാല മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം ഇവരെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കാൻ. തൽക്കാലത്തേക്ക് അതുവരെ ക്ഷമിച്ച് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ദേവബാല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് ഇപ്പോൾ താൻ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിനായി ദേവബാല പരിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ താൻ ഈ ചെയ്യുന്നതെല്ലാം അഭിഷേകിന്റെ അച്ഛൻ അറിയാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ദേവബാല ശ്രദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയമാകട്ടെ അഭിഷേകിന്റെ അച്ഛൻ മദ്യപിക്കുന്നതിന് അവിടേക്ക് എത്തുകയും തൻ്റെ സുഹൃത്തുമായി മദ്യപാനം തുടരുകയും ചെയ്യുന്നു. ഇരുവരും തമ്മിൽ ഇതേ തുടർന്ന് ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ്. എങ്ങനെയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും അത് വഴി എങ്ങനെയാണ് താൻ കോടീശ്വരൻ ആകാൻ പോകുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് ജയരാമൻ. ഞാൻ കോടീശ്വരനായി കഴിഞ്ഞാൽ നിനക്ക് കുറച്ചു തുക ഞാൻ നൽകിയിരിക്കും. ആ കാര്യത്തിൽ ഞാൻ യാതൊരു കുറവും കാണിക്കുകയില്ല. വന്ന വഴി മറക്കാത്തവനാണ് ഈ ജയരാമൻ എന്ന് വ്യക്തമാക്കുന്ന ജയരാമൻ ഇതേ തുടർന്ന് നിനക്ക് ആവശ്യമുള്ളത് പറയാൻ ആവശ്യപ്പെടുന്നു. ഇതോടെ ജയരാമൻ എന്നെ ചതിക്കുമോ എന്നുള്ള സംശയം എനിക്ക് ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അയാൾ. ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നുപോലും ജയരാമൻ ചെയ്തു തന്നിട്ടില്ല. അങ്ങനെയുള്ള ജയരാമനെ എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുക? ജയരാമൻ ഒരു കള്ളൻ തന്നെയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ജയരാമന് ദേഷ്യം വരികയും ഇതേ തുടർന്ന് ജയരാമൻ അയാളുമായി തല്ലുകൂടുകയും ചെയ്തിരിക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള ബഹളം കേട്ടതിനെ തുടർന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് തനിക്ക് വീണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ദേവബാല. ഇതോടെ എങ്ങനെയാണ് ഈ റൂമിൽ നിന്ന് പുറത്തു കടക്കുക എന്ന് ആലോചിക്കുകയും വീടിന്റെ ചാവി ജയരാമന്റെ കൈവശത്ത് നിന്ന് തട്ടിയെടുക്കണമെന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതോടെ ഒടുവിൽ കീ കൈക്കലാക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ദേവബാലയ്ക്ക്. മാത്രവുമല്ല, ഉടൻ തന്നെ പോയി ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്ക് ദേവബാല ഇറങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയം പോലീസ് അന്വേഷണം അഭിഷേകിന് നേരെ മുന്നോട്ട് പോകുന്നുവെങ്കിലും തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതേ സമയം അഭിഷേകും സോഹനും അവരുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. സോഹൻ പറയുകയാണ്, ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അഭിഷേക് എങ്ങനെയെങ്കിലും ദേവബാലയെ കണ്ടെത്തണം. അല്ലെങ്കിൽ അഭിഷേകിന് ഒരിക്കലും ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കേൾക്കുന്ന അഭിഷേക്, എടാ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അവൾ എവിടെയാണ് എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? നീ തന്നെ ഒന്ന് ആലോചിച്ച് പറ. ഇത് കേൾക്കുന്ന സോഹൻ, അതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മൾ ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഇതേപ്പറ്റി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ. മാത്രവുമല്ല, എത്ര സമയം നമുക്ക് ഈ ന്യൂസ് പുറത്താരും അറിയാതെ പിടിച്ചു വയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഓഫീസിൽ തന്നെ ഇപ്പോൾ പാട്ടായി തുടങ്ങിയിരിക്കുകയാണ്.
അതുകൊണ്ട് ഇനി അധികനാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ഇഷ മാഡത്തിനും സംശയം വരുന്നുണ്ട് എന്നുള്ള കാര്യം സോഹൻ പറഞ്ഞതിനെ തുടർന്നാണ് ഇഷയുടെ ഫോൺ കോൾ അഭിഷേകിനെ തേടിയെത്തുന്നത്. ഇതോടെ അഭിഷേക് ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ വിളിക്കാമെന്ന് ഇഷയോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഇഷ അഭിഷേക് ഇപ്പോൾ എന്നെ അവോയ്ഡ് ചെയ്യുകയാണ്. എന്താണ് ഈ അവോയ്ഡ് ചെയ്യലിന് പിന്നിലെ കാരണമെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ദയവായി അത് പറയാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇതെല്ലാം ഇഷയുടെ വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ ഒരിക്കലും നിന്നെ അവോയ്ഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അത് പേഴ്സണലായ കാര്യത്തിൻ്റെ പുറത്താണ്. ദയവായി മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ദേവബാലയെ അന്വേഷിക്കുന്നതിനായി സോഹന്റെ കൂടെ പോവുകയും ചെയ്യുന്നു. ഇതോടെ എന്തൊക്കെയോ കാര്യങ്ങൾ അഭിഷേക് തന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇഷ. അത് എന്താണ് എന്ന് കണ്ടെത്തണമെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇഷ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയം പോലീസ് ദേവരാജനെ കണ്ടതിനെ തുടർന്ന് അഭിഷേകിന്റെ നേർക്ക് തെളിവുകളൊന്നുമില്ല എങ്കിലും അഭിഷേക് പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അഭിഷേക് പറയുന്നത് ദേവബാല ഭാര്യയല്ല എന്നാണ്. പക്ഷേ അവൻ താലി കെട്ടിയതിന് തെളിവുകളുമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് അഭിഷേക് കള്ളം പറയുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അഭിഷേകിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് പോലീസുകാർ പറഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ദേവരാജൻ. പക്ഷേ ഇതേ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ദേവബാലയെ പിന്തുടർന്നുകൊണ്ട് ജയരാമൻ എത്തുന്നത്. ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് ദേവബാല. ഇത് കാണുന്ന ജയരാമൻ ഇവിടെ നിന്ന് അങ്ങനെ എളുപ്പം രക്ഷപ്പെടാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും വീണ്ടും ദേവബാലയുടെ മുഖത്തടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.